പരസ്യപ്രതികരണം നടത്തിയ നേതാക്കൾക്കെതിരെ നടപടിക്ക് കെപിസിസി നേതൃത്വം. കെപിസിസി അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ JS അഖിലിനെ ഔദ്യോഗിക മീഡിയ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. ന്യൂസ് 18 കേരളം പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത JS അഖിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ശൈലി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് ഇതിനകത്ത് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിൽ ലൈക്കുമുള്ള ആളുകളെ മാത്രമാണ് ഇതിന്റെ നേതൃതലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. പ്രതികാര നടപടി എന്നാണ് JS അഖിലിന്റെ പ്രതികരണം. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഇപ്പോൾ KPCC മീഡിയ പാനലിൽ നിന്നടക്കം ആണ് മാറ്റിയിട്ടുള്ളത്. അതായത് ഇത്തരം പരസ്യ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരസ്യ പ്രതികരണം പലരുടെയും ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മനടക്കം പരസ്യമായി പ്രതികരിച്ചതാണ്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് നേരെ നടപടി ഉണ്ടാകുന്നു എന്ന് വിലയിരുത്താനുമാകില്ലല്ലോ. അഭിലാഷ്, KPCC നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അനുസരിച്ച് ഇതൊരു വിശദീകരണം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഔദ്യോഗികമായി JS അഖിലിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. KPCC അംഗമാണ് JS അഖില്. ഔദ്യോഗികമായി മീഡിയ വക്താവ് സ്ഥാനത്തു നിന്ന് ഉൾപ്പെടെ മാറ്റുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത് നേതൃത്വത്തിന്റെ അറിവോടെയല്ല. ദീപ്തി മേരി വർഗീസാണ് ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടിയാണ്. അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ നേതൃത്വത്തിന് JS അഖിലിനെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ നടപടിയുമായി ഒരു തരത്തിൽ ഔദ്യോഗികമായി ഒരു തരത്തിലുമുള്ള ബന്ധമില്ല എന്നാണ് KPCC നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അഖിൽ പറയുന്നത് ഇത് പ്രതികാര നടപടിയാണ് എന്നാണ്. തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ദീപ്തി മേരി വർഗീസ് അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ ദീപ്തി മേരി വർഗീസിനും ഔദ്യോഗികമായി ഇപ്പോൾ പാർട്ടിയിൽ ഔദ്യോഗികമായ പദവികൾ വഹിക്കുന്ന മീഡിയ കോർഡിനേഷൻ ഉൾപ്പെടെ നമുക്കറിയാമല്ലോ, ചാനൽ ചർച്ചകൾക്ക് പാർട്ടിയിൽ നിന്ന് ആരൊക്കെ പങ്കെടുക്കണമെന്ന് നിശ്ചയിക്കുന്ന ആൾ കൂടിയാണ് ദീപ്തി മേരി വർഗീസ്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി അങ്ങനെ വിശദീകരിച്ചാൽ എന്തിന് ദീപ്തി മേരി വർഗീസ് അങ്ങനെ ചെയ്തു എന്നതിന് മറുപടിയും നൽകേണ്ടതില്ലേ? തീർച്ചയായിട്ടും അതിന് ദീപ്തി മേരി വർഗീസ് തന്നെ നേതൃത്വത്തിന് വിശദീകരണം നൽകേണ്ടി വരും. നേതൃത്വത്തിന്റെ തന്നെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ അങ്ങനെ ഒരു നീക്കം ഉണ്ടായത്? അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കം അതിന് പിന്നിലുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം KPCC പറയുന്നത് ഔദ്യോഗികമായി KPCC അങ്ങനെ ഒരു മീഡിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ആ ഗ്രൂപ്പിൽ JS അഖിലും ഉൾപ്പെടും. കാരണം ഇതുവരെ പാർട്ടിയുടെ വക്താവെന്ന നിലയിൽ ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ഭാരവാഹിയാണ് JS അഖിൽ. അതുകൊണ്ട് അങ്ങനെ ഔദ്യോഗികമായി ഒരു തീരുമാനവും പുറത്താക്കുകയോ ഇത്തരം ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ അച്ചടക്ക നടപടിയോ സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പാർട്ടി അങ്ങനെ ഒരു നടപടിയെടുത്താൽ അതിന് കൃത്യമായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. അങ്ങനത്തെ ഒരു നീക്കവും ഇല്ലാതെ എങ്ങനെ ഔദ്യോഗികമായി ഒരാളെ പുറത്താക്കാൻ കഴിയുമെന്ന ഒരു വിശദീകരണമാണ് KPCC നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പരസ്യ പ്രതികരണം നടത്തിയ നേതാക്കൾക്കെതിരെ നടപടി എന്ന് തന്നെയാണല്ലോ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന ആളുകൾ അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പിൽ നിന്ന് അടക്കം പുറത്താക്കുന്നു എങ്കിൽ സ്വാഭാവികമായും അതിൽ ഇപ്പോൾ അഖിലിനെ ഔദ്യോഗിക മീഡിയ ഗ്രൂപ്പിൽ നിന്നാണ് പുറത്താക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എങ്ങനെ എന്ന സ്വാഭാവികമായ ഒരു ചോദ്യം. ഒരു ഭാഗത്ത് നടപടിയില്ല എന്ന് KPCC പറയുമ്പോൾ തന്നെ നമുക്കറിയാം പുതിയ കാലഘട്ടമാണ്. പുതിയ കാലഘട്ടത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അവിടെ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാൽ അതും ഒരു തരത്തിലുള്ള നടപടിയായി കാണേണ്ടതുണ്ട്. അതിപ്പോൾ പാർട്ടിയുടെ എഴുതപ്പെട്ട ബൈലോയിൽ ഒന്നായിരിക്കണമെന്നില്ലേ ഈ വാട്സപ്പ് ഗ്രൂപ്പ് എന്നതൊക്കെ. എങ്കിലും എന്തിനു പുറത്താക്കി എന്നുള്ളതിനും മറുപടി നൽകേണ്ടി വരുമല്ലോ ഡാൻ. അഭിലാഷ്, അങ്ങനെ നമുക്ക് പൂർണ്ണമായി അങ്ങ് പറയാൻ കഴിയില്ല. KPCC നേതൃത്വത്തിന്റെ അറിവോടെയാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളതെങ്കിൽ പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം അത് മാധ്യമങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പിൽ അത് വാർത്താക്കുറിപ്പായി തന്നെ പുറത്തു വരും. അതാണ് പതിവായിട്ടുള്ള ശൈലി. നേരത്തെ തൊട്ടുമുൻപ് ഏറ്റവും ഒടുവിൽ പുറത്താക്കിയത് പാലക്കാട് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ സരിനെയാണ്. അപ്പോഴും ഉടനടി ആ നടപടിയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് കൃത്യമായി നമുക്ക് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഔദ്യോഗിക നടപടികളാണ് സ്വീകരിക്കുന്നതെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഒപ്പോടുകൂടിയ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്ന ശൈലിയാണ് KPCC നേതൃത്വത്തിനുള്ളത്. പക്ഷേ നേതൃത്വം അങ്ങനെയൊരു കുറിപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊരു വിശദീകരണമോ ഇതുവരെ നൽകിയിട്ടില്ല. ഒരു നടപടിയും ഔദ്യോഗികമായി പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ
KPCCയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അടക്കം വ്യക്തമാക്കുമ്പോൾ ഔദ്യോഗിക നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല. പക്ഷേ ദീപ്തി മേരി വർഗീസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ ചേതോവികാരം എന്താണ്, അത് നേതൃത്വത്തിൽ ആരുടെയെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് സൂചന. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തടക്കം ഉയർന്നു വന്ന വിമർശനങ്ങളിൽ ഒന്നാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് രൂപീകരിക്കുന്നു, അവരുടെ ആളുകൾക്ക് മാത്രമേ പാർട്ടിക്കുള്ളിൽ ഇടം ലഭിക്കുന്നുള്ളൂ എന്നതടക്കം. നേരത്തെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ അഖിൽ പ്രൈം ഡിബേറ്റിലടക്കം സംസാരിച്ചത് ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ വന്ന് സംസാരിക്കുന്ന നേതാക്കൾക്ക് മാത്രമാണ് പരിഗണന എന്നുള്ളതാണ്. അതായത് സംഘടനാ തലത്തിൽ കൃത്യമായി പ്രവർത്തിക്കുകയും ആളുകളെ പാർട്ടിയോട് അടുപ്പിച്ചു നിർത്തുകയും ഒന്നും ചെയ്യുന്ന ആളുകൾക്ക് ഇടമില്ല എന്നാണ് അഖിൽ പറയുന്നത്. ഇത്തരം വിമർശനങ്ങൾ യുവ നേതാക്കൾക്കിടയിൽ നിന്ന് പൊതുവെ ഉയരുന്ന ഒന്നുകൂടിയാണല്ലോ. അപ്പോൾ ആ വിഷയത്തെ നേതൃത്വം അഭിസംബോധന ചെയ്യുന്നുണ്ടോ ഡാൻ? അതായത് ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരസ്യ വിമർശനത്തിൽ നിന്നാണ് ഒരു കൂട്ടം നേതാക്കൾക്ക് അവഗണന നേരിടുന്നു എന്ന തരത്തിൽ ചാണ്ടി ഉമ്മൻ നടത്തിയ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് അത് കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കൾ ചാനൽ ചർച്ചകളിലടക്കം പരസ്യ പ്രതികരണം നടത്തിയത്. JS അഖിൽ അടക്കം ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി. അത് പാർട്ടിക്കുള്ളിൽ അതാണ് യൂത്ത് കോൺഗ്രസ് നേതാവും KPCC അംഗവുമായ JS അഖിലിനെ ഔദ്യോഗിക മീഡിയ ഗ്രൂപ്പിൽ നിന്ന് എന്തായാലും പുറത്താക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കേരളത്തിന്റെ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത JS അഖിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. പ്രൈം ഡിബേറ്റിൽ അഖിൽ പറഞ്ഞ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ശൈലി ഒന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് ഇതിനകത്ത് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിൽ ലൈക്കുമുള്ള ആളുകളെ മാത്രമാണ് ഇതിന്റെ നേതൃതലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്.